ഒക്കെ വളരെ നല്ല ഇതാണ്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013. ഈ നിയമം അതിനോട് സമീപിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ കവറേജ് എത്രയാണെന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ സവിശേഷതയും ഈ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ആമുഖമായി പറയാനുള്ളത്, നമ്മുടെ അഭിഭാഷകർക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടും അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ആക്ടും. ഫുഡ് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് ഭക്ഷ്യ വസ്തുക്കളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻ ആക്ട്. പക്ഷെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത് ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷ്യഭദ്രത നിയമം 2013 നടപ്പിലാക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 47-ാം അനുച്ഛേദത്തിൽ പോഷകാഹാരവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തെ സർക്കാരുകളുടെ വെൽഫെയർ മെഷറിന്റെ ഭാഗമായിരുന്നു, ക്ഷേമ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു, വെൽഫെയർ മെഷർ ആയിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിരുന്നു. ഈ സഹസ്രാബ്ദത്തിലെ മനുഷ്യാവകാശവും അതോടൊപ്പം തന്നെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക ഉടമ്പടികളുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ. അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഈ പ്രഖ്യാപനം നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് വരുത്തിയ മാറ്റം വളരെ വലുതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അത് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ് ടു ലൈഫ്. ആ റൈറ്റ് ടു ലൈഫിന് നമ്മുടെ പരമ്പരാഗതമായ ധാരണ കേവലം ജീവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് അന്തസ്സോട് കൂടിയ ജീവിതം, ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അതാണ് ഓരോ പൗരനും അർഹതപ്പെട്ടത്. അന്തസ്സായി ജീവിക്കണം എന്നതിന്റെ അർത്ഥം മതിയായ ഭക്ഷണം, മതിയായ വിദ്യാഭ്യാസം, മതിയായ ചികിത്സ, അതിന്റെ ഒരു ഉയർന്ന രൂപമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ജോബ്, റൈറ്റ് ടു പ്രൈവസി. ഇതെല്ലാം ഈ ഡിക്ലറേഷന്റെ അനുബന്ധമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയില് അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് റൈറ്റ് ടു ഫുഡ് ഓരോ പൗരന്റെയും അവകാശമായി മാറുകയാണ്. ഈ നിയമം
അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം നമ്മുടെ അഭിഭാഷകർ പോലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ നിയമത്തിന്റെ ബെനിഫിഷ്യറി, ഇത്രയേറെ ബെനിഫിഷ്യറി ഉള്ള ഒരു നിയമം ഇന്ത്യയിൽ കാണുകയില്ല. കാരണം ഗ്രാമപ്രദേശങ്ങളുടെ 70%, പട്ടണ പ്രദേശങ്ങളുടെ 40% നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കവറേജിൽ വരുന്നതാണ്. പണ്ട് നമ്മുടെ ഒരു ധാരണയുണ്ടായിരുന്നു, റേഷൻ കടയിൽ പോകുന്നത് പട്ടിണിയുള്ളവരാണ്, ദാരിദ്ര്യമുള്ളവരാണ് എന്ന്. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മുടെ അനുഭവം, റേഷൻ കടകളിൽ പോകുന്നവർ നമ്മുടെ സംസ്ഥാനത്തെ 95% ഈ കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിലെ റേഷൻ കാർഡുകൾ അത് ഏത് നിറമാണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മളിൽ പലർക്കും നമ്മുടെ വീടിന്റെ കാർഡിന്റെ സവിശേഷ നിറം എന്തെന്ന് അറിയില്ല. വെള്ളയാണോ, നീലയാണോ, പിങ്കാണോ, മഞ്ഞയാണോ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ റേഷൻ കാർഡിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റേഷൻ കാർഡിന്റെ വില കേവലം ഈ ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങുന്നതിൽ മാത്രമല്ല, മറ്റു പല ബെനിഫിറ്റുകൾക്കും ഈ കാർഡ് ഒരു ഓതന്റിക്കേറ്റഡ് ഡോക്യുമെന്റ് ആണ്, ആധികാരികമായ രേഖയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവരുടെ സംവരണം, അതിൽ ഈ റേഷൻ കാർഡാണ് ഒരു ഡോക്യുമെന്റ്. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ഉള്ള BPL-കാരുടെ കാർഡ് ഉണ്ടെങ്കിൽ അതിന് വേറെ അഡീഷണൽ പ്രൂഫ് വേണ്ട, നിങ്ങൾക്ക് സംവരണം കിട്ടുന്നു. നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ ലഭിക്കാൻ ഈ കാർഡ്, BPL കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ഒരു ഡോക്യുമെന്റും വേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ, സഹകരണ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഇളവുകളോടുകൂടിയ വായ്പ കിട്ടാൻ ഈ പ്രയോറിറ്റി BPL കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് വേണ്ട. അപ്പൊ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നമുക്ക് ഉപകാരപ്രദമാകുന്ന ഈ BPL കാർഡ്, ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, ഇത് ആർക്കാണ് കിട്ടേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ അഭിഭാഷകർക്ക് പോലും മതിയായ ഗ്രാഹ്യമുണ്ടോ എന്നുള്ളത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിന് ഫുഡ് കമ്മീഷന്റെ മെമ്പർ എന്ന തരത്തിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഈ റേഷൻ കാർഡ് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒന്നാണ്. അർഹതയില്ലാത്തവർ, അനർഹരായ ആൾക്കാർ തെറ്റായ വിവരങ്ങൾ കൊടുത്ത് BPL കാർഡ് വാങ്ങുന്നതിന്റെ വിനാശകരമായ അവസ്ഥയെക്കുറിച്ച് ഞാൻ തുടർന്ന് പറയാം. ഈ റൈറ്റ് ടു ഫുഡ് ഐക്യരാഷ്ട്രസഭയുടെ കവനന്റ് പ്രകാരം അംഗീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് 2013 കൂടിയാണ്. 2013 നിയമം വന്നെങ്കിലും നമ്മുടെ കേരളത്തിൽ ഈ നിയമം വരുന്നത് 2016 ഈ നിയമത്തിന്റെ
ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇത് ഭക്ഷണവും പോഷകാഹാരവും മനുഷ്യന് മതിയായ തരത്തിൽ എത്തിച്ചു കൊടുക്കാൻ മതിയായ അളവിൽ അഫോർഡ് ചെയ്യാവുന്ന വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്നത് എ മെഷർ ടു എൻഷുർ ആക്സസ് ടു adequate quantity of quality food, adequate quantity of quality food at affordable price. മതിയായ ഗുണമുള്ള ഭക്ഷ്യവസ്തു അത് മതിയായ അളവിൽ അർഹതപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം നടപ്പാക്കിയത്. ഈ നിയമം നമ്മുടെ രാജ്യത്ത് വരുത്തിയ മൗലികമായ മാറ്റം മാർഗനിർദ്ദേശ പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾ വെൽഫെയർ മെഷറാണ്. അതൊരു ക്ഷേമരാഷ്ട്രത്തിന്റെ ഭാഗമാണ്. അത് ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സർക്കാരുകൾക്ക് കടമയുണ്ട്. പക്ഷെ അതേസമയം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ ആ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ലഭ്യമല്ലാതെ വരുമ്പോൾ ആ ഗ്രീവൻസ് റിഡ്രസൽ മെഷർ, പരാതി പരിഹാര നടപടി ആരംഭിക്കും. റൈറ്റ് ടു ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കണം. ആരാണ് ലഭ്യമാക്കേണ്ടത്? സർക്കാരാണ് ലഭ്യമാക്കേണ്ടത്. അങ്ങനെ ലഭ്യമാക്കാതെ വന്നാൽ സർക്കാർ അതിനാവശ്യമായ നഷ്ടപരിഹാരം ചെയ്യണം. അതാണ് ഫുഡ് അലവൻസ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഈ നിയമം എവിടെയൊക്കെ വഴിയാണ് നടപ്പാക്കുന്നത്, ഏതൊക്കെ കേന്ദ്രങ്ങൾ വഴിയാണ് നടപ്പാക്കുന്നത്. അതിൽ ഏറ്റവും വിപുലമായ ഒരു പ്ലാറ്റ്ഫോമാണ് അംഗൻവാടികൾ. അംഗൻവാടികൾ എന്നതിന്റെ അർത്ഥം കുട്ടികളുടെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടിയുള്ള ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ഈ നിയമത്തിന്റെ ഒരു സുപ്രധാന ഘടകമാണ് അംഗൻവാടികൾ. രണ്ടാമതായി വരുന്നത് നമ്മളുടെ സ്ത്രീകളാണ്. സ്ത്രീകൾക്കുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ വിവരിക്കുന്നത് 3, 4, 5 വകുപ്പുകളിലാണ്. മൂന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ടു റിസീവ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് പ്രൈസസ് ബൈ പേഴ്സൺസ് ബിലോങ്ങിങ് ടു എലിജിബിൾ ഹൗസ് ഹോൾഡ്. ഇതാണ് കാതലായ പ്രശ്നം. എലിജിബിൾ ഹൗസ് ഹോൾഡ്സ്. അതിന് നിയമം പറയുന്നത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്. നിയമത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഈ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് കവേർഡ് അണ്ടർ ദ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ആൻഡ് അന്ത്യോദയ അന്നയോജന. ഇവരാണ് ഈ ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡിൽ വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് AAY. AAY കാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്ത്യോദയ അന്നയോജന എന്ന വിഭാഗമാണ്. മറ്റൊന്ന്
പ്രയോറിറ്റി ഹൗസ് ഹോൾഡിൽ തന്നെ വരുന്ന BPL. ഇതില് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 4 കാർഡുകളാണ് പ്രാബല്യത്തിലുള്ളത്. ഒന്ന് മഞ്ഞ കാർഡ്, അത് അന്ത്യോദയ അന്നയോജന കാർഡുകളാണ്. മഞ്ഞ കാർഡുകൾ, യെല്ലോ കാർഡ്. ഇവർക്ക് എന്താ ആനുകൂല്യം ഈ നിയമം പറയുന്നത്? നിയമത്തിന്റെ 3-ാം വകുപ്പ് പ്രകാരം എല്ലാ അന്ത്യോദയ അന്നയോജന കാർഡ് ഹോൾഡേഴ്സ്, all of them are entitled to receive 30 kilograms of rice and 5 kilograms of wheat free of cost. നമ്മുടെ രാജ്യത്ത് ഈ മഞ്ഞ കാർഡുകാർ AAY, ആ കാർഡുകാർക്ക് ഓരോ മാസവും 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും ഫ്രീ ആയി ലഭിക്കുന്നതാണ്. അവിടെയാണ് അടിവരയിടുന്നത്, ഫ്രീ. ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത്, ഇതിനകത്ത് തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്, ആളൊന്നുക്ക് 5 kg റൈസ് ആൻഡ് വീറ്റ്, 4 kg റൈസും 1 kg വീറ്റും 5 kg പെർ ഹെഡ് കിട്ടും. അവരാണ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് AAY കൂടാതെ ഉള്ളത്. ആ കാർഡുകാരുടെ നിറം പിങ്കാണ്. അപ്പോൾ ഈ 2 കാർഡാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കവറേജിൽ ഉള്ളത്. ഈ കാർഡുകാരുടെ എന്ന് പറഞ്ഞാൽ AAY കാർഡ് ഹോൾഡേഴ്സ് ആൻഡ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ്, ഈ 2 കാർഡുകാരാണ് ഇന്ത്യയില് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ കവർ ചെയ്തു വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏത് ഗവൺമെന്റ് ആണ് ഈ നിയമം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടത്? ഇത് ഒരു കേന്ദ്ര നിയമമാണ്. ദിസ് ഇസ് എ സെൻട്രൽ ആക്ട്. ഈ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും താമസിക്കുന്ന AAY വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മറ്റ് മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ നിശ്ചയിക്കപ്പെട്ട തൂക്കത്തിൽ നിശ്ചയിക്കപ്പെട്ട ഗുണനിലവാരത്തിലുള്ള അരിയും ഗോതമ്പും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ചുമതലയാണ്. So as per section 3, it is mandatory. The duty of the central government. അത് അടിവരയിട്ട് മനസ്സിലാക്കുക, duty of the central government to provide 35 kg food grains to all AAY card holders and 5 kg food grains to all the members of the priority household ration cards. ഇതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളുടെ 60%, നഗരപ്രദേശങ്ങളുടെ 40% ഇതിന്റെ കവറേജിൽ വരും. ഈ കവറേജിൽ ഏറ്റവും കുറവ് കവറേജ് ഉള്ളത് കേരളത്തിലാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ പ്രകാരം
കേരളത്തിലെ അർബൻ ഏരിയ കൂടുതലാണ്, റൂറൽ ഏരിയ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് കേരളത്തിൽ ഈ കാർഡുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ the first benefit which this act ensures that those persons belonging to the AAY, they are entitled for 35 kg of food grains. And the second category, priority household, they are entitled for 5 kg of food grains for rupees 2 per kg. ഒരു കിലോയ്ക്ക് 2 രൂപ. ഈ 2 വിഭാഗമാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് അർഹതപ്പെട്ട് വരുന്നത്. ഇത് ഈ നിയമത്തിന്റെ 3-ാം വകുപ്പിൽ 3-ാം സെക്ഷനിൽ പറയുന്നതാണ്. എന്നാൽ അതേസമയം ഇതിന്റെ 4-ാമത്തെ സെക്ഷനിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന പോഷകാഹാരമായ സമൃദ്ധി അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വം, ന്യൂട്രീഷണൽ support to pregnant women and lactating mothers. അത് പ്രകാരം ഗർഭിണികളായ സ്ത്രീകൾക്ക് സൗജന്യമായ ഭക്ഷണം അവരുടെ ഗർഭകാലത്ത് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ പ്രസവിച്ച് 6 മാസം വരെ അവർക്ക് കുട്ടിക്ക് മതിയായ മുലപ്പാൽ കിട്ടുന്നതിനാവശ്യമായ പോഷകാഹാരം ലഭ്യമാക്കണം. ഇത് വലിയ കവറേജ് ഉള്ള ഒരു സ്കീമാണ്. നമ്മുടെ രാജ്യത്ത് ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും, all the pregnant women and all the lactating mothers, they are entitled for free meal, nutrition enriched food. ഇത് ഈ വകുപ്പിന്റെ 4-ാമത്തെ, ഈ ആക്ടിന്റെ 4-ാമത്തെ വകുപ്പിൽ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബി വകുപ്പിൽ പറയുന്നത് മറ്റു പ്രസവ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്ത എല്ലാ സ്ത്രീകൾക്കും അവരുടെ പ്രസവത്തിന് 6000 രൂപ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കപ്പെടുന്ന തവണകളായി ലഭ്യമാക്കേണ്ടതാണ്. ഒന്ന് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയേറെ കവറേജ് ഉള്ള ഒരു നിയമം ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 60% ഇതിന്റെ ബെനിഫിഷ്യറിയാണ്. They are the direct beneficiaries. ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു നിയമം രാജ്യത്തില്ല. പക്ഷെ ഇത്രയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമോ എന്ന വിവരം മഹാഭൂരിപക്ഷം ജനങ്ങൾക്കുമില്ല, നമ്മുടെ അഭിഭാഷക സമൂഹത്തിന് പോലും. ഇതിന്റെ ഞാൻ ഈ ഗർഭിണികൾക്ക് കിട്ടുന്ന 6000 രൂപയുടെ ആനുകൂല്യം പറഞ്ഞപ്പം ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെയോ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്ന ഒരാൾക്ക് ഈ ആനുകൂല്യം കിട്ടില്ല. നമ്മുടെ അഭിഭാഷകരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് ഈ ആനുകൂല്യത്തിലേക്ക് വരുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകാത്ത ഒരു സ്ത്രീ
പ്രസവിക്കുകയാണെങ്കിൽ അവർക്ക് 6000 രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ വഴി എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഈ നിയമം നൽകുന്ന മൂന്നാമത്തെ ആനുകൂല്യം അത് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള പോഷകാഹാര ഉറപ്പാക്കൽ. അതില് 6 മാസം മുതൽ 6 വയസ്സ് വരെ നമ്മുടെ രാജ്യത്ത് എല്ലാ കുട്ടികൾക്കും അംഗൻവാടികൾ വഴി പോഷകാഹാരം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ കവറേജിൽ വരുന്നില്ല. അങ്ങനെ വരാതിരിക്കാൻ കാരണം അമ്മയുടെ മുലപ്പാലാണ് ഏറ്റവും സമൃദ്ധമായ പോഷകാഹാരം. So in order to promote breast feeding, ഈ നിയമത്തിൽ പറയുന്നു 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാക്കന്മാർ വഴിയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ നിയമം പറയുന്നു ഗർഭകാലത്തും പ്രസവം കഴിഞ്ഞ് 6 മാസവും സ്ത്രീകൾക്ക് മതിയായ ഭക്ഷണ വസ്തുക്കളും പോഷകാഹാരവും ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞാൽ 6 മാസം മുതൽ 6 വയസ്സ് വരെ കുട്ടികൾക്ക് അംഗൻവാടികളിൽ വഴി മറ്റ് ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ വഴി ഭക്ഷ്യവസ്തുക്കളും പോഷകാഹാരവും ഉറപ്പുവരുത്തണം. നമ്മുടെ അംഗൻവാടികളിൽ കൊടുക്കുന്ന അമൃതം പൊടി, മറ്റ് ന്യൂട്രീഷണൽ എൻറിച്ച്ഡ് ഫുഡ്, അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇനിയും അത് കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണം, 1 മിഡ് ഡേ മീൽ ഫ്രീ ഓഫ് ചാർജ് എല്ലാ ദിവസവും അവധി ദിനങ്ങൾ ഒഴികെ കൊടുക്കേണ്ടതാണ്. അതാണ് നമ്മളുടെ മിഡ് ഡേ മീൽ സ്കീം, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നിയമം അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ 60% ഭക്ഷ്യവസ്തുക്കളും പോഷകാഹാരവും ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ 3 സെക്ഷനുകളുടെ സെക്ഷൻ 3, 4, 5 അതിൽ ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ നമ്മള് സാമാന്യവൽക്കരിച്ച ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ. ആ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരിൽ there are 2 parts, 2 വിഭാഗങ്ങളുണ്ട്, 2 ഗ്രൂപ്പ്. അതിലൊന്ന് അന്ത്യോദയ അന്നയോജന വിഭാഗം. അതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർജിനലൈസ്ഡ് ആയ വിഭാഗങ്ങൾ, വിധവകൾ, നിരാലംബർ, മറ്റാരും ആശ്രയിക്കാൻ കഴിയാത്തവർ,
മാരകമായ രോഗങ്ങൾ, ഓട്ടിസം അതേപോലുള്ള രോഗങ്ങൾ, അംഗവൈകല്യം, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്ന ദ മോസ്റ്റ് എക്കണോമിക്കലി ബാക്ക്വേർഡ്, നമ്മൾ മറ്റൊരു പറഞ്ഞാൽ ഡെസ്റ്റിറ്റ്യൂട്ട്, അഗതികളായിട്ടുള്ള നിരാലംബരായ ആൾക്കാർ, അവരാണ് ഈ അന്ത്യോദയ അന്നയോജന എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അവർ നമ്മുടെ രാജ്യത്ത് ടോട്ടൽ പോപ്പുലേഷന്റെ 20% അവർ കവറേജ് ചെയ്യപ്പെടുന്നുണ്ട്. ടോട്ടൽ പോപ്പുലേഷന്റെ നമ്മുടെ കേരളത്തിൽ ടോട്ടൽ റേഷൻ കാർഡ് 98 ലക്ഷമാണ്. 98 ലക്ഷമാണ്. അതില് ഈ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട 14 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണനാ വിഭാഗം, അത് ഏതാണ്ട് 42 ലക്ഷത്തോളമുണ്ട്. ഈ വിഭാഗക്കാർക്കാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ആനുകൂല്യം. 35 കിലോ ഭക്ഷ്യധാന്യം ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ അന്ത്യോദയ അന്നയോജന വിഭാഗം AAY. സെക്കൻഡ്, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണനാ വിഭാഗം, അവർക്കാണ് 2 രൂപയ്ക്ക് പെർ ഹെഡ് 5 kg അരി. ഈ 2 വിഭാഗമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജീവിതാവസാനം വരെ, ജനനം മുതൽ മരണം വരെ ഈ ക്രൈറ്റീരിയക്കകത്ത് വന്ന് ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. രണ്ടാമത്തെ വിഭാഗം വുമൺ ആൻഡ് ചിൽഡ്രൻ. വുമൺ ആൻഡ് ചിൽഡ്രൻ, അതില് ഇന്ത്യയിലെ മുഴുവൻ ഗർഭിണികളായ സ്ത്രീകൾക്കും അവരുടെ ഗർഭകാലത്തും അവരുടെ പ്രസവശേഷമുള്ള 6 മാസവും പ്രഗ്നന്റ് വുമൺ ആൻഡ് ലാക്ടേറ്റിംഗ് മദർ, അവർക്ക് മതിയായ ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി പോഷകമൂല്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഫ്രീ ആയി ലഭ്യമാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് പ്രസവ ആനുകൂല്യം 6000 രൂപ നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. So all the women in India during their pregnancy period and up to 6 months during their lactating period, അവർക്ക് ഫ്രീ ഫുഡ്, ന്യൂട്രീഷണൽ എൻറിച്ച്ഡ് ഫ്രീ ഫുഡ് കിട്ടണം. അതോടൊപ്പം തന്നെ ഫോർ their delivery they must get 6,000 rupees from the central government. അത് കേരളത്തിൽ ചെയ്യുന്നത് 1000 രൂപ പ്രസവ സമയത്ത് ആശുപത്രികൾ ചെല്ലുമ്പോൾ അവർക്ക് നൽകുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ടിംഗ് ചാർജും മറ്റു തരത്തിലുമാണ് 1000 രൂപ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ ഡെലിവറി. അത് കഴിഞ്ഞാൽ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഈ 5000 രൂപ ലഭ്യമാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കൾക്ക് അറിവിന് വേണ്ടി പറയുകയാണ്. ഇന്ത്യ രാജ്യത്ത് കേരളം ഒരു റോൾ മോഡലാണെന്ന് നമ്മളെല്ലാം പറയാറുണ്ട്. ശരിയാണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ഇൻ ആൾ റെസ്പെക്ട്. സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്രകാരം നടപ്പാക്കുന്നുവെന്ന് ഇതിനകം തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റാസ് അറിവുള്ളതാണ്.
ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഇൻഫന്റ് ഡെത്ത്, കുട്ടികളുടെ മരണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി പീരീഡ്, ലൈഫ് പീരീഡ് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനീമിയക്കുള്ള കുട്ടികളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇതര നിയമങ്ങളെല്ലാം നടപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ നമ്പർ 1 സ്റ്റേറ്റായി കേരളം വന്നതുപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടും അതിന്റെ ആനുകൂല്യങ്ങളും ബോട്ടം ലെവലിൽ, അവിടെയാണ് പ്രസക്തി, ബോട്ടം ലെവലിൽ എത്തിച്ചു നൽകുന്നതിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. എന്നാൽ ഫുഡ് കമ്മീഷൻ മെമ്പർ എന്ന തരത്തിൽ ഈ കാലയളവിൽ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ, അതോടൊപ്പം തന്നെ ചേരി പ്രദേശങ്ങളിൽ, തീരദേശ മേഖലകളിൽ സഞ്ചരിച്ച വേളയിൽ എനിക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ കേരളത്തിലും നമ്മൾ പലരും കാണാത്ത തരത്തിലുള്ള പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ആദിവാസികളാണ്. ആദിവാസി വിഭാഗങ്ങളിൽ സാമ്പത്തികമായി മുന്നോക്കം വന്നിരിക്കുന്ന കുറിച്ചി വിഭാഗം, അതേപോലെയുള്ള കാണി വിഭാഗം, അതുപോലെയുള്ളവരുണ്ട്. പക്ഷെ അതേസമയം അവരിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കാട്ടുനാക്കർ, ചേരനാക്കർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന, യാത്രാ സൗകര്യം ഇല്ലാത്ത, വീട് ഇല്ലാത്ത, മതിയായ വസ്ത്രമില്ലാത്ത, മതിയായ ചികിത്സയില്ലാത്ത വിഭാഗങ്ങളുണ്ട്. അവർക്ക് ഈ ആനുകൂല്യം വേണ്ടത്ര അളവിൽ ലഭ്യമാകുന്നില്ല. ഇവിടെയാണ് നമ്മുടെ അഭിഭാഷകർ ഇടപെടേണ്ടുന്ന ഒരു പ്രധാന പ്രശ്നം. ഈ ആക്ടിന്റെ 9ാമത്തെ വകുപ്പ് പ്രകാരം ആർക്കാണ് ഈ ബിലോ പോവർട്ടി ലൈൻ, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണനാ വിഭാഗം ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഇന്ത്യയിലെ AAY കാർഡുകാർ, അവർക്ക് ഓരോ സ്റ്റേറ്റിലും എത്ര നമ്പർ ഉണ്ടായിരിക്കണം, ഇന്ത്യയിലെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ഓരോ സ്റ്റേറ്റിലും എത്ര നമ്പർ ഉണ്ടായിരിക്കണം, ഇത് തീരുമാനിക്കാനുള്ള പവർ സെൻട്രൽ ഗവൺമെന്റ് ആണ്. So the total number of AAY card holders in Kerala, it is decided by the central government. The total number of priority households in Kerala, it is decided by the central government. ഇതിനകത്ത് the state has no right or no power at all. This is absolutely the prerogative of the central government to decide the total number. Then the question arises, what is the role of the state government? The role of the state government is to enlist these households. Who are the persons? Who are the families
ടു ബി എൻടൈറ്റിൽഡ്. അവിടെയാണ് എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയുന്നത്. ഇവിടെ ഈ നിയമമാണ് റേഷൻ കാർഡ് വിതരണത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നതിന് ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായം, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താ ടാർഗറ്റ്? ദ ടാർഗറ്റ് ഈസ് ടു കവർ all the underprivileged classes, all the poor classes, all the marginalized classes. പാർശ്വവൽക്കരിക്കപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, മതിയായ സുരക്ഷയില്ലാത്ത, അഗതികളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, ഏകാലംബരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം സെക്യൂർ ചെയ്യുക. അതിനാണ് അവരെ രണ്ട് കാറ്റഗറിയായി തിരിച്ചു. അവർക്കാണ് റേഷൻ കാർഡ് കൊടുക്കുന്നത്. സോ ദ പ്രൈം പർപ്പസ്, ദ പ്രൈം എയിം ഓഫ് ഇഷ്യൂയിങ് റേഷൻ കാർഡ് ഈസ് ടു ഗ്യാരണ്ടി ഫുഡ് സെക്യൂരിറ്റി. റേഷൻ കാർഡ് കൊടുക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനാണ്, ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യഭദ്രത ഉറപ്പാക്കാനാണ് റേഷൻ കാർഡ്. പക്ഷെ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിലടക്കം ഈ റേഷൻ കാർഡ് റേഷൻ വാങ്ങാനല്ല ഒരു വിഭാഗം ഉപയോഗിക്കുന്നത്, മറിച്ച് അവർക്ക് ഇതര ആനുകൂല്യങ്ങൾ കിട്ടണം, അവർക്ക് സംവരണം കിട്ടണം, MBBS പോകാൻ, എഞ്ചിനീയറിംഗിന് പോകാൻ, കോളേജുകളിൽ ഹയർ എഡ്യൂക്കേഷന് പോകാൻ അവർക്ക് സംവരണം കിട്ടാൻ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ തൊഴിലിന്റെ സംവരണം കിട്ടാൻ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കണം. സർക്കാർ ആശുപത്രിയിൽ പോയാൽ ചികിത്സ സൗജന്യമാക്കാൻ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കണം. ബാങ്കുകളിൽ പോയാൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടാൻ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കണം. സർക്കാരിന്റെ തൊഴില് തുടങ്ങാനുള്ള MSM പ്രോഗ്രാം, മൈക്രോ, മീഡിയം, സ്മാർട്ട് സ്കെയിൽ പ്രോജക്ട്സുകൾ തുടങ്ങാൻ അതിന് ഇളവുണ്ട്. സാധാരണ ആൾക്കാർ കൊടുക്കുന്ന അത്രയും പലിശ ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. സാധാരണ സബ്സിഡിയേക്കാൾ കൂടുതൽ സബ്സിഡി ഇവർക്ക് കിട്ടും. ഈ ആനുകൂല്യങ്ങൾ വാങ്ങാനാണ് ഒരു പറ്റം ആൾക്കാർ ഈ BPL റേഷൻ കാർഡ് മിസ്യൂസ് ചെയ്തു. ഇവിടെയാണ് ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 51 ലക്ഷം പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ഉണ്ട്. മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് 51 ലക്ഷം. ഈ 51 ലക്ഷത്തിൽ കോവിഡ് കാലത്ത് ആത്മനിർഭർ എന്ന് പറയുന്ന സ്കീമിൽ, സെൽഫ് റിലയൻസ് സ്കീം, അതിൽ പ്രധാനമന്ത്രി ഗരീബി കല്യാൺ അന്ന യോജന PMGKAY, ആ സ്കീം പ്രകാരം മഞ്ഞ പിങ്ക് കാർഡുള്ള, എന്നുവെച്ചാൽ നമ്മുടെ അഭിഭാഷകരിലും നല്ലൊരു പങ്ക് ആൾക്കാർക്ക് ഈ മഞ്ഞ പിങ്ക് കാർഡാണ്. ആ മഞ്ഞ പിങ്ക് കാർഡിൽപ്പെട്ടവർക്ക് സാധാരണ റേഷൻ കൂടാതെ
ഈ കോവിഡ് കാലത്ത് അപ് ടു നവംബർ വരെ, അപ് ടു ദിസ് മന്ത്, 6 മാസം ആളൊന്നുക്ക് 5 കിലോ അരി സൗജന്യമായി കൊടുത്തു. അതുകൂടാതെ ഒരു റേഷൻ കാർഡിന് 1 കിലോ പയറ് കടല സൗജന്യം. ഞാന് ഈ കഴിഞ്ഞ 10 മാസക്കാലം കൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി മാത്രമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അതിന്റെ ഗുണനിലവാരമെല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തിയത് ഞാൻ പിന്നീട് പറയാം. നമ്മുടെ കേരളത്തിൽ 4 കാർഡാണുള്ളത്, 4 കാർഡ്സ്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ AAY മഞ്ഞ കാർഡുകൾ, 2 പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് മുൻഗണനാ കാർഡുകൾ, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്. ഈ 2 കാർഡും they are exclusively covered by the National Food Security Act. അവർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈ നിശ്ചയിക്കപ്പെട്ട നിരക്കിന് കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ചുമതലയാണ്. Then the question comes, ഈ ആക്ടിന്റെ സെക്ഷൻ 32-ൽ പറയുന്നുണ്ട്, ഈ ആനുകൂല്യങ്ങൾ കൂടാതെ ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അവരുടേതായ ഭക്ഷ്യ ഭദ്രതാ നടപടികൾ നടത്താം, അതർ വെൽഫെയർ മെഷേഴ്സ്. നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് 2 കാർഡ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാർഡ് ബ്ലൂ കാർഡാണ്. അതെന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് നോൺ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്. ശ്രദ്ധിക്കുക, സബ്സിഡൈസ്ഡ് നോൺ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്. സബ്സിഡി ഉള്ള മുൻഗണനാരഹിതരായ പട്ടികയിൽപ്പെട്ടവർ. വെള്ളക്കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സബ്സിഡൈസ്ഡ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണന ഇതര വിഭാഗത്തിലെ സബ്സിഡി ഇല്ലാത്തവർ. അപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻ മനസ്സിലാക്കുക. 4 കാർഡ്, 2 കാർഡ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കവറേജ്. അതിൽ ഒരു കാർഡ് മഞ്ഞ, അത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവർ. രണ്ടാമത്തേത് അവർ ഒഴികെയുള്ള ബിലോ പോവർട്ടി ലൈൻ എന്ന കൺസെപ്റ്റിൽ വരുന്നവർ. ഇതുകൂടാതെ നമ്മുടെ കേരളത്തിൽ കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇതര ജനവിഭാഗങ്ങൾ, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് സബ്സിഡിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് നീല കാർഡാണ്. ആ നീല കാർഡിൽ അവിടെയുള്ള ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപയ്ക്ക് കൊടുക്കും. 2 കിലോ അരി 4 രൂപയ്ക്ക് കൊടുക്കും. അത് അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് FCI പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന റൈസ് കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയാണ്. ഇത് നീല കാർഡുകാർക്കാണ്. അടുത്തത് കേരള ഗവൺമെന്റിന്റെ സബ്സിഡി ഇല്ലാത്ത കാർഡുകൾ, അതാണ് വൈറ്റ് കാർഡ്. നമ്മുടെ വക്കീലന്മാരിൽ കുറെ പേർക്ക് അതായിരിക്കും വൈറ്റ് കാർഡ് ആയിരിക്കും കാണുന്നത്. അവർക്ക് ഓരോ മാസവും സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അളവിൽ 10 രൂപ 90 പൈസയ്ക്ക്
അരി ലഭിക്കും. അത് 2 കിലോ ആയിരിക്കാം, 3 കിലോ ആയിരിക്കാം. അപ്പോൾ 10 rupees 90 പൈസ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അതാണ്. ഈ 4 കാർഡുകാരാണ് കേരളത്തിലുള്ളത്. അതില് എന്നെ കേൾക്കുന്ന അഭിഭാഷകരിൽ പലരും, ഞാൻ ഉൾപ്പെടെ, ഈ കോവിഡ് കാലത്ത് 15 രൂപയ്ക്ക് അരി കൊടുത്തു. ആ അരി നമ്മളെല്ലാം പോയി വാങ്ങി. ഇതേ അരിയാണ് PMGKAY എന്ന് പറയുന്ന സ്കീമിൽ കോവിഡ് കാലത്ത് ഫ്രീ ആയി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തത്. എന്നാൽ ഇത്രയേറെ പ്രയാസങ്ങളുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം, എക്കണോമിക് റിസഷൻ ഉള്ള ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ 2,70,500 മഞ്ഞ പിങ്ക് കാർഡുകാർ, AAY ആൻഡ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, അന്ത്യോദയ, അന്നപൂർണ, അന്നയോജന വിഭാഗത്തിൽപ്പെട്ടവരും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരും, അവരെ ജനറലായി നമുക്ക് BPL എന്ന് വിളിക്കാം. ആ BPLിൽപ്പെട്ട 2,70,500 കുടുംബങ്ങൾ ഈ സൗജന്യ ധാന്യം മേടിച്ചില്ല. ഒരു ശരാശരി ഒരു റേഷൻ കാർഡിൽ 4 പേർ വെച്ച് കൂട്ടിയാൽ 10 ലക്ഷം പേർ. ഒരു മാസം 50 ലക്ഷം കിലോ അരി കേന്ദ്ര ഗവൺമെന്റ് നൽകിയത് വാങ്ങിയിട്ടില്ല. കാരണം എന്താ? അവർക്ക് ഈ റേഷൻ അരിയോട് പുച്ഛമാണ്, അവർക്ക് ഈ റേഷൻ ഗോതമ്പിന് പുച്ഛമാണ്, അവർക്ക് ബ്രാൻഡഡ് ഐറ്റം മതി. പക്ഷെ അവർക്ക് ഈ കാർഡിനോട് ഇഷ്ടമാണ്. ഏത്? ഈ മഞ്ഞ കാർഡ് അവർക്ക് വേണം, ഈ പിങ്ക് കാർഡ് അവർക്ക് വേണം. പക്ഷെ അരിയും വേണ്ട, ഗോതമ്പും വേണ്ട. ഇതിന്റെ ഫലമായി 50 ലക്ഷം കിലോ അരി നമുക്ക് നഷ്ടപ്പെട്ടു ഒരു മാസം. ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് 3 കോടി കിലോ അരി നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ ഗൗരവമായി പരിശോധിക്കേണ്ട യൂണിയൻ അടക്കം ഇടപെടേണ്ടത്. നമ്മുടെ ഈ 2,70,500 കാർഡ് വെള്ളക്കാർഡിൽ, നീലക്കാർഡിൽ അർഹതപ്പെട്ടവർ കിടപ്പുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടോട്ടൽ നമ്പർ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റാണ്. എലിജിബിൾ പേഴ്സണെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇത് 2016 സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ വിപുലമായ ഒരു സർവേ നടത്തിയാണ് ചില മാനദണ്ഡങ്ങൾ വെച്ചു. 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നവർ, 1 ഏക്കറിൽ കൂടുതൽ വസ്തുവുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവർ, ഇവർ, അതേപോലെ 4 വീലുള്ള വണ്ടിയുള്ളവർ, ഇവരെല്ലാം ഈ സബ്സിഡി രഹിത മുൻഗണന ഇതര വിഭാഗമാണ്. എന്നുവെച്ചാൽ എക്കണോമിക്കലി ഫോർവേഡ്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നതാണ്. അവർക്കെല്ലാം വെള്ളക്കാർഡാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഗവൺമെന്റിന്റെ ക്ഷേമനിധിയിലും മറ്റു മെമ്പർമാരായ ആൾക്കാർക്ക്, BPL അല്ലാത്തവർക്ക് നീല കാർഡ്, സ്റ്റേറ്റ് സബ്സിഡി ഉള്ള കാർഡ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 അനുഭവം പറയാം, ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്ന്. ഞാനൊരു റേഷൻ കടയിൽ പോയി. റേഷൻ കടയിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരു ഇടതുപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനത്തിലാണ്. കൈലി ഉടുത്ത്, ബ്ലൗസ് ഇട്ട്, മേൽമുണ്ടില്ലാത്ത ഒരു 62 വയസ്സ് തോന്നുന്ന ഒരു സ്ത്രീ റേഷൻ മേടിക്കാൻ വന്നു. ഞാൻ അവരുടെ റേഷൻ കാർഡ് നോക്കി, നീലയാണ്, നീല.
അവരോട് ചോദിച്ചപ്പോൾ വിധവയാണ്. വീണ്ടും ചോദിച്ചപ്പോൾ പട്ടികജാതിയാണ്. സർക്കാരിന്റെ വസ്തുവിലാണ് കിടക്കുന്നത് താമസം. ആകെ ഒരു മകൻ വെൽഡിംഗ് ഷോപ്പില് ജോലിക്ക് പോകുന്നു. അവർക്ക് നീല കാർഡാണ്. അതേസമയം ഞാൻ എറണാകുളത്ത് ഒരു സ്കൂളിൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. അവിടുത്തെ നോൺ മീഡ് ഓഫീസർ, ഷീ ഈസ് ഡ്രോയിങ് മോർ ദാൻ 50,000 rupees. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കാർഡ് ഉണ്ടോ? ഇല്ല. ഞാൻ ഒന്ന് അതിശയിച്ചു പോയി. കാർഡ് ഇല്ലാത്തത് എന്താ? കാർഡ് ഇല്ലാത്തത് എന്താണ്? ഞാൻ ചോദിച്ചു, ടീച്ചറുടെ ഹസ്ബൻഡിന് കാർഡ് ഉണ്ടോ? അത് സാറേ കാർഡുണ്ട്. അത് ഏത് കാർഡാണ്? അത് പിങ്ക് കാർഡാണ്. ടീച്ചറുടെ വീട്ടിൽ കാർഡുണ്ടോ? അത് സാറേ എനിക്ക് വീട്ടിലും കാർഡുണ്ട്. അത് ഏത് കാർഡാണ്? പിങ്ക് കാർഡാണ്. ഈ രണ്ട് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡിൽ ഈ ടീച്ചറുടെ പേര് വന്നാൽ അത് വെള്ളക്കാർഡാവും. അത് വെള്ളക്കാർഡാവും. അവരതുകൊണ്ട് ബോധപൂർവം കാർഡിൽ നിന്നും പേര് ഇല്ലാതെ ഒഴിവായി കൗശലപൂർവ്വം നിന്നു. ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ MLA ഒക്കെ ഉണ്ടല്ലോ, പരാതി പലപ്പോഴും കേൾക്കാറില്ലേ? സാറേ എനിക്ക് ഇത്രയും സ്വത്തേ ഉള്ളൂ, പക്ഷെ എനിക്ക് വെള്ളക്കാർഡാ. നമ്മുടെ അപ്പുറത്തെ അയക്ക് 2 നില കെട്ടിടമുണ്ട്, അയക്ക് എല്ലാ സൗകര്യമുണ്ട്, അയക്ക് പക്ഷേ BPL കാർഡാണ്, അയക്ക് സൗജന്യം കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല. എത്ര പരാതിയാണ് വരുന്നത്? ന്യായമായ പരാതി. അർഹതയില്ലാത്ത നിരവധി ആൾക്കാർ ഈ വെള്ളക്കാർഡ്, ഈ മഞ്ഞ കാർഡും പിങ്ക് കാർഡും എന്ന് പറഞ്ഞാൽ AAY കാർഡ്, പ്രയോറിറ്റി കാർഡ്, ഇത് കൈവശം വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, പട്ടിയോട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഇവരീ അരി മേടിക്കത്തില്ല, ഇവരീ ഗോതമ്പ് മേടിക്കത്തില്ല, മേടിക്കാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുമില്ല. നമ്മള് അട്ടപ്പാടിയിലെ പോഷകാഹാരക്കുറവിനെ കുറിച്ച് പറയുന്നില്ലേ? അതോടൊപ്പം തന്നെ ആദിവാസികളുടെ എല്ലുന്തിയ ശരീരവും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർക്ക് ഇതൊന്നും അറിയില്ല. They are totally ignorant. They are totally ignorant. റേഷൻ കടക്കാരും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായി ഇടപെടേണ്ടുന്ന ഒന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കാർഡുകൾ ഇതാണ്. 4 കാർഡാണ് കേരളത്തിലുള്ളത്. അതിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ പരിധിയിൽ വരുന്നത് AAY കാർഡ്, കേരളത്തിൽ മഞ്ഞ കാർഡ്. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണന വിഭാഗം വീട് ഉടമകളുടെ കാർഡ്, അത് പിങ്ക് കാർഡ്. അവർക്കുള്ള ആനുകൂല്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞ കാർഡുകാർക്ക് 35 kg ഫ്രീ ഓഫ് കോസ്റ്റ്. പിങ്ക് കാർഡുകാർക്ക് പെർ ഹെഡ് 5 kg, 4 kg ഗോതമ്പ് അരി, 1 kg ഗോതമ്പ് 2 രൂപയ്ക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രസവകാലത്ത് മതിയായ പോഷക ഗുണമുള്ള ആഹാരം, മുലയൂട്ടുന്ന സമയത്ത് 6 മാസം വരെയും ഇതിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ. അത് കഴിഞ്ഞാൽ 6 മാസം മുതൽ 6 വയസ്സ് വരെ അംഗൻവാടി കേന്ദ്രങ്ങളിലടക്കം, പ്രീ പ്രൈമറി സ്കൂളുകളിലടക്കം നിശ്ചയിക്കപ്പെട്ട തോതിലുള്ള, അതിന്റെ 450 ഗ്രാം വീതമുള്ള കലോറി കിട്ടത്തക്ക തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഡെയിലി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ. അത് ഡിഫറന്റ് റേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് അംഗൻവാടികൾ വഴി പ്രൊവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ മിഡ് ഡേ മീൽ സ്കീം, MDMS, മിഡ് ഡേ മീൽ സ്കീം, ഉച്ച ഭക്ഷണ പദ്ധതി. അതിനാവശ്യമായ സംവിധാനം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിന് ഈ നിയമത്തിന്റെ 5ാം വകുപ്പിൽ പറയുന്നത് അപ് ടു സ്റ്റാൻഡേർഡ് 8, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ മീൽ. ഇതാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അർഹതപ്പെട്ട ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റ് സെക്ഷൻ 9 ആൻഡ് സെക്ഷൻ 10
Section 9 authorizes the central government to determine the total number of AAY card and priority card in every state. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഓരോ സംസ്ഥാനത്തും AAY കാർഡ് എത്ര, പ്രയോറിറ്റി കാർഡ് എത്ര എന്ന് തീരുമാനിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും. Then the second part, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ കാർഡ് ഉടമകൾ ആരായിരിക്കണം? Who are the beneficiary? The beneficiaries are selected. The beneficiaries are chosen by the state government. അപ്പൊ ഇതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചുമതല. ആ ചുമതലയിൽ നമുക്ക് വേണ്ടത്ര ജാഗ്രത പുലർത്താൻ കഴിഞ്ഞില്ല എന്നത് നമ്മൾ സെൽഫ് ക്രിട്ടിസൈസേഷൻ കാണണം. അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ഇന്ത്യയിൽ നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളുടെ അവസ്ഥ ഊഹിക്കാമല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയേറെ പിന്നോക്കാവസ്ഥ. ഞാൻ ഈ സൂചിപ്പിച്ച വനമേഖലയില്, ആദിവാസി മേഖലയില്, തീരദേശ മേഖലയില്, ചേരി പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. റേഷൻ കാർഡ് കിട്ടുന്ന കാര്യം ജോജ വക്കീൽ പറഞ്ഞു. ഒരു വീട് വേണം, ആ വീടില്ലെങ്കിൽ റേഷൻ കാർഡ് കിട്ടില്ല. ആധാർ കാർഡ് വേണ്ടേ? ഇപ്പോൾ ആധാർ ലിങ്കാണ്. ഇപ്പോൾ ഇന്ത്യയില് 1 നേഷൻ 1 ഇലക്ഷൻ, അതേപോലെ തന്നെ 1 കാർഡ് 1 ബാങ്ക്, ഇതൊക്കെ നടപ്പാക്കുകയാണല്ലോ. ഇപ്പൊ അതിന്റെ ഭാഗമായി 1 നേഷൻ 1 റേഷൻ കാർഡ് ഇതാകുക. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു റേഷൻ കാർഡ്. ആ സംവിധാനം അത് ഇപ്പോ സംവിധാന പ്രകാരം നടപ്പാക്കുക. അത് ഈ നിയമത്തിന്റെ പരിധിക്കകത്ത് പറയുന്നുണ്ട്. മോഡേണൈസേഷൻ, സയന്റിഫിക് രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങൾ, ടെക്നോളജി ഫീൽഡ് ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ബെനിഫിഷ്യറീസിന്റെ ഗുണം അവർക്ക് നേരിട്ട് അവരുടെ കയ്യിൽ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ്. നമ്മളിപ്പോൾ ഈ സർക്കാർ തന്നെ നേരിട്ട് ബാങ്കിലേക്ക് സബ്സിഡി നൽകുന്നത് പോലെ, പെൻഷൻ നൽകുന്നത് പോലെ, സാലറി നൽകുന്നത് പോലെ ഈ ഫുഡിനുള്ള ആനുകൂല്യം, അലവൻസ്, അത് നേരിട്ട് ഇപ്പൊ പുതുശ്ശേരി പോലെയുള്ള യൂണിയൻ ടെറിട്ടറീസിൽ അങ്ങനെയാണ്. നമ്മുടെ പോലെ റേഷൻ കടയില്ല. അവിടെ പുതുശ്ശേരി ചെന്ന് കഴിഞ്ഞാൽ റേഷൻ കടയില്ല. അത് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആണ്. അത് ഡിജിറ്റലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ക്യാഷ് കൊടുക്കാണ്. പക്ഷെ ഇവിടെ അതല്ല, റേഷൻ സംവിധാനമാണുള്ളത്. അപ്പൊ ഈ സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടും അത് നമുക്ക് കേരളം പോലെയുള്ള സ്റ്റേറ്റിലും, ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, കേരളത്തില് അത് ഫലപ്രദമായി ചില മേഖലകളിലെങ്കിലും ഇത് നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? എനിക്ക് റേഷൻ കിട്ടിയില്ല, വാട്ട് ഈസ് മൈ റൈറ്റ്, വാട്ട് ഈസ് ദ റെമഡി? അതാണ് സെക്ഷൻ 8 പറയുന്നു. ഇൻ കേസ് ഓഫ് നോൺ സപ്ലൈ ഓഫ് എൻടൈറ്റിൽഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നിശ്ചയിക്കപ്പെട്ട അളവിൽ നിശ്ചയിക്കപ്പെട്ട ഗുണനിലവാരമുള്ള ധാന്യങ്ങൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഭക്ഷ്യ അലവൻസ് കൊടുക്കണം, ഫുഡ് അലവൻസ് കൊടുക്കണം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഇവിടെയാണ് റൈറ്റ് ഫുഡ് അംഗീകരിക്കപ്പെട്ടു. ആസ് പെർ ലോ, ദ റൈറ്റ് ഫുഡ് ഓഫ് എവറി സിറ്റിസൺ ഈസ് അക്സെപ്റ്റഡ്. ഇന്ത്യയിലെ ഓരോ പൗരനും ഭക്ഷണം അവകാശമായി അംഗീകരിച്ചു. ഭക്ഷണം അവകാശമായി അംഗീകരിച്ച് ആ ഭക്ഷണം അവർക്ക് കൊടുക്കാനുള്ള സംവിധാനമാണ് റേഷൻ കടകൾ. റേഷൻ കടകളിൽ വഴി ഭക്ഷണം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അലവൻസ്, ഭക്ഷണ അലവൻസ് കൊടുക്കണം. ആ അലവൻസ് കൊടുക്കാനുള്ള ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ അലവൻസ് കൊടുത്തു കഴിയുമ്പോൾ അതിന് പര്യാപ്തമായ തുക സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. ആസ് ഐ already mentioned, this is a central legislation. ഇതൊരു അഖിലേന്ത്യാ ലെജിസ്ലേഷൻ ആണ്, കേന്ദ്ര ലെജിസ്ലേഷൻ ആണ്.
So the statutory duty of the is mandatory on the part of the central government to give the prescribed quantity of quality food. അത് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ they have to give food allowance. ഇനിയും എനിക്ക് ഫുഡ് അലവൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് ഇതിനകത്ത് ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റീഡ്രസൽ ഓഫീസർ, ജില്ലാതല പരാതി പരിഹാര ഓഫീസർ, അദ്ദേഹം കേരളത്തിലെ ഓരോ ജില്ലയിലെയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കാം, അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് ഫുഡ് അലവൻസ് കൊടുക്കാൻ പറയും. അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ പരിശോധനയ്ക്കുള്ളതാണ്, അതിന്റെ ഉയർന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ് ഫുഡ് കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ. കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ഇസ് ദ അപ്പലറ്റ് അതോറിറ്റി. അതോടൊപ്പം തന്നെ സുഗമോട്ടോ കേസ് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ സംവിധാനമാണ് ഇപ്പോൾ ഫലപ്രദമായി പ്രവർത്തിച്ചു വരുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് മെമ്പർമാരടക്കം അംഗങ്ങളായിട്ടുള്ള വിജിലൻസ് കമ്മിറ്റി, ഗ്രാമീണ മേഖലയിൽ വിജിലൻസ് കമ്മിറ്റി വരുന്നുണ്ട്. അതിപ്പോ രൂപീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ വിജിലൻസ് കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ഈ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കാനും അതിനകത്ത് മതിയായ ശുപാർശ നൽകാനും വിജിലൻസ് കമ്മിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെയറൻസി. വിജിലൻസ് കമ്മിറ്റിയിലൂടെ ട്രാൻസ്പെയറൻസി, അക്കൗണ്ടബിലിറ്റിയിലൂടെ ഓഡിറ്റിംഗ്, സോഷ്യൽ ഓഡിറ്റിംഗ്. ആ സോഷ്യൽ ഓഡിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ വളരെയേറെ ഗുണകരമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യം റൈറ്റ് ടു ലൈഫ്. ആ റൈറ്റ് ടു ലൈഫിന്റെ അടിസ്ഥാന ഘടകമാണ് റൈറ്റ് ടു ഫുഡ്. ആ റൈറ്റ് ടു ഫുഡ് അംഗീകരിക്കുന്ന നടപടിയാണ് ഈ ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഇത്രയേറെ മെച്ചപ്പെട്ട കേരളത്തിൽ പോലും നമുക്ക് ആ രംഗത്ത് ഇനിയും കൂടുതൽ ഇടപെടേണ്ടതുണ്ട്. ലോയേഴ്സ് യൂണിയൻ തന്നെ ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്, അഭിഭാഷകർ ഇടപെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാർഡിന്റെ ഗ്രഹനായകയായി സ്ത്രീകളെ കൊണ്ടുവന്നു? കൃത്യമായി ഈ നിയമത്തിൽ പറയുന്നുണ്ട്, ഓരോ കാർഡിന്റെയും നായികയായി വരേണ്ടത്, ഗ്രഹനായികയായി വരേണ്ടത് അവിടുത്തെ 18 വയസ്സിന് മുകളിലുള്ള സീനിയർ മോസ്റ്റ് വുമൺ ആയിരിക്കണം. ഒരു വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ആയിരിക്കണം ആ ഗ്രഹനായിക. അവരുടെ പേരിലായിരിക്കും കാർഡ് കൊടുക്കുന്നത്. ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ലെന്നു, 18 വയസ്സിൽ മുകളിലുള്ള സ്ത്രീ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പുരുഷന്റെ പേരിൽ കാർഡ് കൊടുക്കാം. പക്ഷെ എപ്പോൾ അവർ 18 വയസ്സ് പൂർത്തീകരിക്കുന്നോ അപ്പോൾ അവരുടെ പേരിൽ കാർഡ് കൊടുക്കണം. ഇതും വുമൺ ശാക്തീകരണത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വലിയ നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യമേഖലയില് വലിയ വിപ്ലവാത്മകമായ ചലനങ്ങൾ നടത്തിയ ഒരു നിയമമാണ്. പക്ഷെ ഈ നിയമം അതിപ്പോഴും നമുക്ക് അറിയപ്പെടുന്നില്ല. ഈ നിയമം പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുകയാണ് അഭിഭാഷകർ പോലും. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് 98 ലക്ഷം കാർഡുകാരില് 95 ലക്ഷം കാർഡുകാരും ഈ അരി വാങ്ങിയിട്ടുണ്ട്, കിറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിഭാഷകരില് മിനിമം 95% അഭിഭാഷകരെങ്കിലും ഇപ്പോൾ റേഷൻ കടയുടെ ആനുകൂല്യങ്ങൾ നേരിടുന്നവരാണ്, അവർക്ക് ലഭ്യമാകുന്നതാണ്. ആ റേഷൻ സംവിധാനം എങ്ങനെ? റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തരുന്നതിന് മേടിച്ചുകൊണ്ട് പോരുകയല്ല. പുഴുവരിക്കുന്ന അരി വാങ്ങാൻ പാടില്ല, പൂപ്പല് പിടിച്ച അരി വാങ്ങാൻ പാടില്ല, കല്ല് കിടക്കുന്ന അരി വാങ്ങാൻ പാടില്ല, ഇഴയന്തുക്കളുള്ള അരി വാങ്ങാൻ പാടില്ല. നമ്മൾ അന്നേരം തന്നെ പരാതി കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് അവർ റൈറ്റ്. 35 കിലോ അരി സൗജന്യമായി തരുമ്പോൾ റേഷൻ കടക്കാരന്റെ ഔദാര്യമല്ല, ഇറ്റ് ഈസ് അവർ റൈറ്റ്. വി ആർ എൻടൈറ്റിൽഡ്. നമുക്ക് അർഹതപ്പെട്ടതാണ്. തരുന്നത് മേടിച്ചുകൊണ്ട് പോകാനല്ല നമ്മൾ ഇരിക്കുന്നത്, മറിച്ച് ഗുണനിലവാരമുള്ളത് കിട്ടണം, ഭക്ഷ്യവസ്തു ഉപയോഗിക്കാൻ കഴിയുന്നത് കിട്ടണം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവർക്ക് അവയർനെസ് കൊടുക്കാനും, ഇറ്റ് ഈസ് നോട്ട് എ റിലീഫ്, അതൊരു ഔദാര്യമല്ല, ആരുടെയും സംഭാവനയല്ല, ഇറ്റ് ഈസ് മൈ റൈറ്റ്.
എന്റെ അവകാശപ്പെട്ടതാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന ചിന്താഗതിയോടുകൂടി നമുക്ക് ഈ സംവിധാനത്തിൽ ലോയേഴ്സ് യൂണിയന് നല്ലതുപോലെ ഇടപെടാൻ കഴിയും. അപ്പൊ ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്തു തോന്നുന്നു. ഇത്രയും പെട്ടെന്ന് അവസാനിക്കും. അപ്പോ നമുക്ക് ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. രാജേന്ദ്രൻ സാർ നമസ്കാരം. പ്രീതിയാണേ, തലശ്ശേരി. അഡ്വക്കേറ്റ് പ്രീതി. സാർ ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരു അറിയാത്തൊരു മേഖലയായിരുന്നു ഇത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. ആക്ട് റഫായിട്ട് അറിയാന്നല്ലാതെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. വളരെ ഉപയോഗപ്രദമാവും. തീർച്ചയായും ഈ ഇലക്ഷൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലാക്കി മനസ്സിലാക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് സാർ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിന്. സാറിനെ കൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ് സാർ. സന്തോഷം. ഐഷാപോറ്റി MLA ഇവിടെ ഉണ്ട്, രണ്ടു വാക്ക് പറ. സത്യത്തിൽ വക്കീലദ്ദേഹത്തിന്റെ ആ ക്ലാസ് വളരെ നന്നായിരുന്നു. എന്ന് വെച്ചാല് പലരും ഓർക്കാതിരിക്കുന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഞാനിത് ദിവസവും ഇടപെടുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്ന് റേഷൻ കാർഡ് കിട്ടുന്ന കത്ത് കൊടുക്കാനൊക്കെ എപ്പോഴും, അതുപോലെ ഈ വെള്ള കാർഡായത് മഞ്ഞ കാർഡൊക്കെ ഇങ്ങനെ എപ്പോഴും സപ്ലൈ ഓഫീസറുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ പറയുന്ന ആനുകൂല്യങ്ങളും ഈ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടൊന്ന് കേട്ടതുകൊണ്ട് നമ്മുടെ അഭിഭാഷകർക്ക് നമ്മുടെ അടുത്ത് വരുന്ന പലർക്കും ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോന്നും, അതിലുപരി നമ്മുടെ പ്രീതി പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരിക, അപ്പൊ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ഉറപ്പാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ച ഒരു നല്ല ലോഹ്യം പറഞ്ഞുകൂടി പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയി. എന്തായാലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആ സെക്ഷൻ വൈസ് പറഞ്ഞ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഞാനും പറയാം. നന്നായി. അതുപോലെ ഈ ക്ലാസ് ഇങ്ങനെ സംഘടിപ്പിച്ച കോഴിക്കോട് കമ്മിറ്റിയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ രാജേന്ദ്ര സാറ് നല്ലതായിട്ട് ക്ലാസ് എടുത്തു. അത് കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിർത്തി പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. വിനോദ്, കണ്ണൂർ ജില്ലാ തീർന്നോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട്, രാജേന്ദ്ര സാർ. രാജേന്ദ്രൻ സാർ, നിങ്ങളെ ആദ്യം മുതലേ ഞാൻ കേട്ടു. നന്നായിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇത്, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജില്ലയിലും കൂടി സാർ ഒരു ക്ലാസ് എടുക്കണം എന്ന് ഇപ്പൊ തന്നെ ഒരു ഇൻവിറ്റേഷൻ തരുവാണ്. ഏതായാലും നന്നായിട്ടുണ്ട്. അതായത് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ് ഇത്. എന്തായാലും ഒരു ക്ലാസ് ലോയേഴ്സിന് കിട്ടണം. എന്തായാലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഗ്രീവിയൻസസ് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ ഡിസ്ട്രിക്ട് ലെവൽ ഒരു കമ്മിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ അത് അത്രത്തോളം ശ്രദ്ധിച്ചില്ല ഇതുവരെ. ഒരുപാട് കംപ്ലൈന്റ്സ് ഒക്കെ കൊടുക്കായിരുന്നു. ഏതായാലും ജോജോനും നന്ദി പറയാ. ഏതായാലും നമ്മളെ മുറ്റത്തെ മുല്ലക്ക് മണവും നമ്മൾ കാണില്ല. രാജേന്ദ്ര സാറിനെ ഏതായാലും സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ. ഈ റേഷൻ വാങ്ങാതിരിക്കുന്ന പ്രേരിപ്പിക്കാം നമുക്ക്. റേഷൻ വാങ്ങാതിരിക്കുമ്പോ റേഷൻ കടക്കാർ മറിച്ച് വിൽക്കാതിരിക്കാൻ കൂടെ നമുക്ക് ഇടപെടാൻ പറ്റും. ഈ ക്ലാസ് കേട്ടതുകൊണ്ട് കുറച്ചുകൂടി ഒരു വിജിലന്റ് ആവും നമ്മള്. ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആദ്യം രാവിലെ ഉണ്ടോ? അപ്പൊ ഒരു കാര്യം കൂടെ ഇവിടെ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ നമ്മള് ഈ റേഷൻ മേഖല എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സൗജന്യ ഭക്ഷണം PMGKY, ആ സ്കീമില് ഇപ്പൊ മരിച്ചുപോയ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ രാംവിലാസ് പസ്വാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്കീം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയ സ്റ്റേറ്റ് കേരളം. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ദോ ഇറ്റ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് സ്കീം, അത് ഇന്ത്യയിൽ മാക്സിമം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. മറിച്ച് UP യിൽ ആഗ്രയിലെ താജ്മഹലിന്റെ സ്ഥലത്ത് നിന്ന് 45 കിലോമീറ്റർ ദൂരെ മാറി പട്ടിണി മരണം ഉണ്ടായി. കാരണം അവിടെ കാർഡില്ല. നമ്മുടെ ഇവിടെ 99% കാർഡ് കവറേജ് ആയി. ഉത്തരേന്ത്യയിൽ അവിടെ കാർഡില്ല, അവിടെ ഈ ഭക്ഷ്യധാന്യം കിട്ടുന്നില്ല. അതിന്റെ യൂട്ടിലൈസേഷന്റെ പെർസെന്റേജ് 40, 50, 60 ആണ്. നമ്മുടെ യൂട്ടിലൈസേഷന്റെ പെർസെന്റേജ് 95 ആണ്, 90 ആണ്.
So though it is a central government scheme, but we are implementing in the forefront. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സവിശേഷത. റോൾ മോഡൽ ഇൻ ആൾ ഫീൽഡ്, ഈവൻ ജുഡീഷ്യറി. ഇന്ത്യയിലെ ബെസ്റ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കേരളം, ഇന്ത്യയിലെ ബെസ്റ്റ് അദാലത്ത് കേരളമാണ്. ദാറ്റ് മീൻസ് the Kerala people has the intention, has the motivation to implement these schemes. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പം ഐഷപ്പട്ടി ബഹുമാനി MLA പറഞ്ഞതുപോലെ, ഈ സ്റ്റേറ്റ് ലെവൽ വിജിലൻസ് കമ്മിറ്റി വരുന്നു, ജില്ലാ ലെവൽ വരുന്നു, താലൂക്ക് ലെവൽ വരുന്നു, പഞ്ചായത്ത് ലെവൽ വരുന്നു, വാർഡ് ലെവൽ വരുന്നുണ്ട്. വാർഡ് ലെവൽ. So if the representative, elected representatives are vigilant, we can do much. അതാണ് ഈ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട് വരുന്നത്, ജനങ്ങൾക്ക് ക്ഷേമകരമായി വരുന്നത്. എന്തായാലും വിനോദ് വക്കീലൊക്കെ ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് ക്ലാസ് എടുക്കാം. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, കുറെ നാളായി അതിനൊക്കെ വളരെ സന്തോഷം. ഔദ്യോഗികമായിട്ട് സാറിനൊരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അഡ്വക്കേറ്റ് PM മാതിരിയോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട്ടെ ഗവൺമെന്റ് പീഠം ആദിലവക്കീലിന്റെ പേരൊക്കെ കേൾക്കാറുണ്ട്. അതിലൊരു നന്ദി രേഖപ്പെടുത്ത രാജൻ സാറിന്റെ കാര്യമായിട്ട്. വളരെ സന്തോഷം സർ. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തിരക്കിന്റെ ഒക്കെ നടുവെന്നും ഇങ്ങനെ ഞങ്ങളുടെ ഇത്തരം ഒരു ഗ്രൂപ്പിനകത്തേക്ക് വന്നല്ലോ. എന്തായാലും ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ അംഗമായതിനു ശേഷം അതിലേറ്റവും ആധികാരികമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരാൾ നമ്മുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് ഈ പരിപാടിയിൽ എത്തിപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ രാജൻ സഖാവ് നിരന്തരം നമ്മുടെ ജില്ലയിൽ സംഘടനാ നേതൃത്വത്തിന്റെ ഭാഗമായി ഇടപെട്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മറ്റൊരാളായിട്ട് തോന്നിയിട്ടില്ല, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരാളായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഇത്രയധികം സാധ്യതകളുള്ള ഒരു നിയമമാണിത് എന്ന് പറയാനും, ഇത് കുറച്ചുകൂടി ഈ അഭിഭാഷകരിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു നിയമമാണ് എന്നുള്ളത്, അതുവഴി പല കാര്യങ്ങളും ചെയ്യാനുള്ള സാധ്യതകൾ ഈ നിയമം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതും തിരിച്ചറിയാൻ കിട്ടിയ ഒരു വലിയ ഗംഭീരമായ അവസരമായിരുന്നു അത്. നല്ല രീതിയിൽ തന്നെ സാർ ആ ക്ലാസ് പറഞ്ഞു തന്നു. ഐഷപ്പറ്റി സഖാവ് MLA പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ വളരെ രസമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത്. ഈ ക്ലാസ് എടുക്കാൻ സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാനും സന്നദ്ധമായ രാജേന്ദ്ര സഖാവിനെ ലോയേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഐഷപ്പറ്റി സഖാവ്, ശ്രീലത വക്കീൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വം, പ്രവർത്തകർ ഈ വെബിനാറിന്റെ ഭാഗമായിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്കുള്ള വളരെ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഹരീഷ് ഉണ്ടല്ലോ, ഹരീഷ്. ഓക്കെ അതിനിടെ രാജേന്ദ്ര സാർ, അപ്പൊ വീണ്ടും കാണാം. പോയോ? അവസാനിപ്പിക്കാം. ശരി ശരി.